പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ധാരാളം ഓഹരികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലുള്ള സാറിന്റെ റിവ്യൂ ആണ്. So Mahindra and Mahindra trend is very much bullish. നമുക്കറിയാം കഴിഞ്ഞ ഒരു 1.5 മാസത്തിനിടെ ഏറ്റവും മികച്ച നേട്ടം നൽകിയിരിക്കുന്ന വൺ സെക്ടർ ഈസ് ദി ഓട്ടോമൊബൈൽ സെക്ടർ. സോ മഹീന്ദ്രയുടെ കേസിൽ ദി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച സ്റ്റോക്ക് 1725 രൂപ എത്തിയതിനു ശേഷം വി ആർ സീയിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ സ്റ്റോക്കിന്റെ കേസിൽ നമുക്കൊരു പുതിയ ബുള്ളിഷ് എൻട്രി ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് ഈ ആഴ്ച 1660 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് JSW ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 3% ഒരു മുന്നേറ്റത്തിൽ 220 രൂപ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ JSW ഇൻഫ്ര ലിസ്റ്റിംഗിന് ശേഷം 145-150 റേഞ്ചിൽ നിന്നും കഴിഞ്ഞ ആഴ്ച 240-245 ലെവൽ വരെ എത്തിയിരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വെരി മച്ച് ബുള്ളിഷ്. എങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്കില് കൺസേൺസ് ഉള്ളത്, ഈ സ്റ്റോക്കിന് കമ്പനിക്ക് ഒത്തിരി കടങ്ങളുണ്ട്. ഇറ്റ്സ് എ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ഗെയിം. കാര്യം നിഫ്റ്റി 50 ഒരു വലിയ സെൽ ഓഫ് വരികയാണെങ്കിൽ ഇത്തരം സ്റ്റോക്സിലും നമ്മളൊരു വലിയ സെൽ ഓഫിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 200 രൂപയായിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗെയിലിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 7% ഒരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയത്. 151 രൂപ 20 പൈസ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സോ ഗെയിലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു 145-152 ഈ ഒരു റേഞ്ചിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി കൺസിഡർ ലോങ് പൊസിഷൻസ്. മറ്റൊരു പ്രേക്ഷകൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പിന്റെ കാര്യമാണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം 1.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 97 രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. സോ IRFC അഗെയിൻ കഴിഞ്ഞ ആഴ്ച പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയിരുന്നു. അതിനെ തുടർന്ന് വി ഹാവ് സീൻ ലിറ്റിൽ ബിറ്റ് ഓഫ് എ പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിൽ ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് 105 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 87 രൂപ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചത് FCS സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 2% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. സ്മോൾ ക്യാപ്പ് ഓഹരിയാണ്. 4 രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഈ ഒരു സ്റ്റോക്കിലുള്ള ഒരു സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രിയ, ഇത്തരം സ്റ്റോക്ക് നമ്മൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2021 ഒക്ടോബർ മുതൽ ഫെബ്രുവരി മാർച്ച് 2022 വരെ ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്സ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഹൈ റിസ്ക്. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അദാനി പവറിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. So Adani Power, the long and short term trend has become very much bullish. ആൻഡ് സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി നല്ല ഒരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ബിസിനസ് മോഡലിലും നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസുകൾ 530 രൂപയായിരിക്കും. 530ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്കൊരു 80 മുതൽ 100 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 480. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 1% ഒരു മുന്നേറ്റത്തിൽ 469 രൂപ 20 പൈസ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ IOL കെമിക്കൽസിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബുള്ളിഷ് ടു സൈഡ് വേസ് ടു ബുള്ളിഷ് എന്ന് പറയാം.
സ്റ്റോക്കിന് 490 രൂപയിൽ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. 490 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ ഒരു 40 മുതൽ 60 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 740 രൂപ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സോ റേറ്റ് ഗെയിൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു. ലിസ്റ്റിംഗ് നടന്നത് ഇറ്റ് വാസ് ഇൻ അറൌണ്ട് November-December 2021 ആൻഡ് ഫ്രം ഏറ്റവും ലോവസ്റ്റ് ലെവൽ കാണാൻ സാധിക്കുന്നു 240 രൂപ. ആൻഡ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ 760 രൂപ വരെ എത്തിയിരുന്നു. ഐ തിങ്ക് ദ സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ വാല്യൂഡ്. സോ പ്രോഫിറ്റ് ടേക്കിംഗിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഷോർട്ട് ടേമിൽ തിരിച്ചൊരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ സ്റ്റോക്ക് ഈ ആഴ്ച 760 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ഇന്ത്യൻ റിന്യൂവബിൾ എനർജിയിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം 0.36% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 109 രൂപ 50 പൈസ എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സോ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് വെറും ഒരാഴ്ച പോലും ആയിട്ടില്ല. സോ ഈ സ്റ്റോക്കിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായിട്ടൊരു ട്രേഡിംഗ് പാറ്റേൺ ഇതുവരെയും കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 95 രൂപ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഷോർട്ട് ടേമിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 116 രൂപ റെസിസ്റ്റൻസ് ആയിട്ടും വാച്ച് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ടാറ്റ മോട്ടോഴ്സ് ദ വ്യൂ ഇസ് സിമിലർ ടു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 740. 740ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 780 രൂപയിലായിരിക്കും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 690 രൂപ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് LG എക്വിപ്മെന്റ്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 3% ഒരു മുന്നേറ്റം ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 545 രൂപ 50 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ LG എക്വിപ്മെന്റ് കേസ് എടുക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാനില്ല. എങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു 5-8 മാസത്തെ കൺസോൾട്ടേഷന് ശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ 560 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബൽറാംപൂർ ചിനി മിൽസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.76% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. 388 എന്ന റേഞ്ചിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. സോ ബൽറാംപൂർ ചിന്നി, ബന്നാരി അമ്മൻ ഷുഗർ, തിരുവരൂരൻ ഷുഗർ, രേണുക ഷുഗർ, ഇത്തരം സ്റ്റോക്സ് ഒക്കെ നമ്മൾ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കാര്യം ഈ സ്റ്റോക്കിലൊക്കെ തന്നെ കഴിഞ്ഞ 4-5 ആഴ്ചക്കിടെ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. ബൽറാംപൂർ ചിന്നിയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും 462 രൂപയിൽ നിന്നും 380 രൂപ വരെയായിരുന്നു ഈ സ്റ്റോക്കിൽ വലിയൊരു കനത്ത സെല്ലിംഗ് കണ്ടത്. സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ ബെയറിഷ്.